ഇന്ന് ആദില നൂറ അനുമോള് കാണിച്ച വൃത്തികേട് സത്യം പറയട്ടെ എനിക്കാകണ്ട അറപ്പ് തോന്നി എന്നുള്ളതാണ്. അനുമോൾക്ക് മെൻസസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബെഡിൽ വിശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ആദിലയും നൂറയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കിടക്കുന്നുണ്ട്. അനീഷ് വന്ന് അവരോട് പറയുന്നു, വെസൽ ടീമാണ്, അനീഷാണ് അതിന്റെ ക്യാപ്റ്റൻ, അവളുടെ പാത്രം കഴുകാൻ വേണ്ടി പറയുന്നു. അവൾ അത് അനുസരിക്കുന്നില്ല, എന്നെ കൊണ്ട് കഴിയില്ല. അതായത് ഒരു ഈഗോ. അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ഞാൻ ആരാ, നീ ആരാ, എന്റെ അച്ഛനാണോ എന്ന രീതിയിലൊക്കെയാണ് ആദില ചോദിക്കുന്നത് എന്നുള്ളതാണ്. വളരെ മോശം ബിഹേവിയർ തന്നെയാണ് ഇന്ന് കണ്ടത്. വളരെ മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. തീട്ടവർത്തമാനമാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അനീഷിനെ കക്കൂസ് എന്ന് വിളിക്കുന്നു, അച്ഛന് വിളിക്കുന്നു, ആ എച്ചിൽ പാത്രം ശരീരത്തിലേക്ക് ഒഴിക്കുന്നു. ഇത് ചോദ്യം ചെയ്യാൻ വന്ന ഷാനവാസിനെ പോലും ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നാക്ക് തനി ഞാൻ പറയുന്നില്ല. ഇത് കാണാത്ത ആളുകൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ തുടക്കം മുതൽ നിങ്ങളൊന്ന് കേൾക്കൂ. ഇതൊരു വൺ ആംഗിൾ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിശ്ചലമായിരിക്കും. നിങ്ങൾ മുഴുവൻ ഒന്ന് കേൾക്കൂ. ലെമൺ ജ്യൂസിന്റെ കുപ്പിച്ചാന്തിയിൽ എന്ന് പറഞ്ഞിട്ട് ഗെയിമർ എന്ന് പറഞ്ഞ എന്റെ മുഖത്ത് പൂച്ചയെ വെള്ളമഴിക്കുന്ന പോലെ വെള്ളമഴിച്ചിനെ നാറ്റിച്ചു. എന്റെ ഉള്ളിൽ പൂച്ച ഉണർന്നു. അനീഷിന്റെ കാലത്തിന് വെള്ളം തട്ടി ക്രോധാകുലനായി നിന്റെ ഒറ്റ തോഴനായി മാറി. പക്ഷെ ഒന്നും കിട്ടിയതാ. ഇടുപോയിക്കോ തീർന്നു. ഇതെന്ന സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ആദില അനീഷിന്റെ അടുത്ത് വന്ന് വൃത്തികേട് കാണിച്ചപ്പോ, ആ കുപ്പി പീച്ചിയതിന്റെ വൈരാഗ്യത്തിൽ വെള്ളം ഒഴിച്ചപ്പോ, ആ വെള്ളമെല്ലാം ഒഴിച്ചു കളഞ്ഞതിനെ അഭിമാന പുളകിതയായിട്ട് ബെഡിൽ കിടന്ന് പറയുകയാണെന്നുള്ളതാണ്. ഇന്നത്തെ വിഷയങ്ങൾക്കൊക്കെ കാരണം ആദിലയും അനീഷും തന്നെയാണ്, രണ്ടുപേരുണ്ട്. പക്ഷെ വൃത്തികേടുകൾ കൂടുതൽ കാണിച്ചത് ആദിലയാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് അവിടെയുള്ള അന്തേവാസികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് അവിടെ മോശം കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ടും നല്ല കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ടും പറയാൻ പറയുന്നുണ്ട്. അതിൽ ആദില പറയുന്ന കാര്യം അനീഷിനെ കുറിച്ചാണ്. അനീഷ് വളരെ മോശമാണ്, പണ്ട് അടിപൊളിയായിരുന്നു, മോശമാണ് എന്ന രീതിയിൽ പറയുന്നു. അതേപോലെ തന്നെ അനീഷും തിരിച്ചു തന്നെയാണ് പറയുന്നത്. അതുകൂടാതെ മറ്റുള്ള കണ്ടസ്റ്റന്റുകളും അനീഷിനെ കുറിച്ച് അത് പറഞ്ഞപ്പോ അനീഷ് പഴയ സ്റ്റാൻഡിലേക്ക് വന്നു. കൂട്ടുകെട്ടാണ് അനീഷിനെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അനീഷ് വീണ്ടും ഒറ്റയാനായി. ഇത് അവിടെ കൃത്യമായിട്ട് പ്രതിഫലിച്ചു എന്നുള്ളതാണ്. ആദിലയുടെ മുന്നിൽ തന്നെ അത് തീർത്തു. ആദിലയുടെ ക്യാപ്റ്റനായിട്ടാണ്, വെസൽ ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് അനീഷ് നിൽക്കുന്നത്. അനീഷ് പറയുന്ന വാക്കുകൾക്ക് അവൾക്ക് ഭയങ്കര ദേഷ്യം. അതുകൊണ്ടാണ് ഇപ്പോ നിങ്ങൾ ആ പൂച്ച തേങ്ങ മാങ്ങന്ന് കേട്ടില്ലേ. അടുത്തത് പാത്രം കഴുകണം. പാത്രം കഴുകാൻ എന്നെ പ്രലോഭിപ്പിച്ച അനീഷ്. അത്രേ ഉള്ളൂ. എനിക്ക് വയ്യാതെ എനിക്ക് വേണ്ടി വേഗം വന്ന് പാത്രം കഴുകുക. ഒന്നും കഴുകൂല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പോഴും കഴിച്ചിട്ടില്ല. അവിടെ വെച്ചിരിക്കുക. ഡിഷിന്റെ പാത്രം ഓൾറെഡി കഴുകി കഴിഞ്ഞു. പറഞ്ഞു പുള്ളി, എനിക്ക് മനസ്സിലായി ഞാൻ കഴുകും. പക്ഷെ ഇത്ര നേരമായിട്ട് കഴുകിയില്ലല്ലോ. അത് കാരണം ഞാൻ വന്ന് പറഞ്ഞു. ഞാൻ കിടക്കണം, അനീഷിന്റെ കിടക്കലല്ലോ. അതെ. തുടക്കത്തിൽ ആരാണ് ബഹളം വെക്കുന്നത്? അനീഷ് വന്ന് പറയുന്നു ഭക്ഷണം കഴിച്ച് ഇത്ര നേരമായി, പാത്രം കഴുകണം. ജിഷിലിന്റെ പണി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ചായ കുടിച്ച് ഇത്രയും നേരമായി സ്വന്തം ബെഡിൽ കിടന്നുറങ്ങുകയല്ലേ നീ ചെയ്യുന്നത്, ഇത് ക്ലീൻ ആക്കണം എന്ന് പറയുമ്പോൾ അവള് തുടക്കത്തിൽ തന്നെ പറയുന്നത് ചെയ്യില്ല എന്ന് തന്നെയാണ്. നോട്ട് ദി പോയിന്റ്. കഴിഞ്ഞിട്ടില്ല. എണീറ്റുവായോ, ഇപ്പൊ ടാസ്ക് വരും, ബിഗ് ബോസ് വിളിക്കും, ഇനി സമയമില്ല, അതുകൊണ്ടാ പറയണേ. എനിക്ക് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അനീഷിന്റെ ചോക്ലേറ്റ് കോയിൻ ആരെടുത്തു എന്നും അതാരെ കയ്യിൽ ഉണ്ടെന്നും എല്ലാം എനിക്കറിയാം. എന്താ പാത്രം കഴുകാൻ എല്ലാം എല്ലാവർക്കും അറിയാം. അനീഷ് ഈ ഒരു പാത്രം കഴുകണ കാര്യം പറയുന്ന സമയത്ത് അനുമോള് പറഞ്ഞൊരു കാര്യമാണ്. അനുമോള് സത്യത്തിൽ ഈ ഇവരുടെ കൂട്ടുകെട്ടിൽ പെട്ട് നശിച്ച്, അത്ര തന്നെ പറയേണ്ടതുള്ളൂ. അനീഷിന്റെ ഈ ഒരു കോയിന് കട്ടെടുത്തത് ആരാണെന്ന് അറിയാം. അത് അനുമോളും ആദിലയും നൂറയും ചേർന്നുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതേ കാര്യം അനീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ആണ് എടുത്തത് എന്നുള്ളത്. അത് അല്ല എന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും, ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഇത് അവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അനീഷ് അവിടെ പറയാൻ വന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ ആദിലക്ക് പിന്നീട് ട്രിഗർ ആയി തുടങ്ങി. ആദ്യം അവിടെ വൃത്തികേടുകളും അനാവശ്യവും പറഞ്ഞതും ഈ ആദില തന്നെയാണ്. ആദില ഒരിക്കലും ഞാൻ ഇതിലേക്ക് വരില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കേൾക്കാം. ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാറാണ്. ക്യാപ്റ്റൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. കഴുകി നിങ്ങൾ ഏത് നിലയിലാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പാത്രം കഴുകൂന്ന് പറഞ്ഞു. പാത്രം പൊടിയനെ പിന്നെ ഇരുന്ന് ചൊറിയുന്നത് നിങ്ങളുടെ കഴിവില്ലായ്മ, പിടിപ്പ് കേട്. അനീഷ്
നിങ്ങൾ എന്ത് ക്യാപ്റ്റനാണെങ്കിലും എനിക്ക് വിഷയമില്ല എന്നുള്ള പറയും. ഇത് ലാലേട്ടൻ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ആദിലെയും നൂറയെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അനീഷിനെയും അനുമോളെയും തകർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ അനീഷിനെ കൊണ്ട് എന്നെ തല്ലിക്കണം എന്ന രീതിയിലൊക്കെയാണ് ഇവൾ പ്രവർത്തിക്കുന്നത്, അതായത് ആദില പ്രവർത്തിക്കുന്നത്. ആദിലെയും നൂറയെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത് എപ്പിസോഡിലും ഇല്ല, അതായത് 24/7 ഇല്ല, വിളിപ്പിച്ചു, അത്രേ ഉള്ളൂ. എന്റെ ശക്തമായ നിഗമനം അത് തന്നെയാണ്. അനീഷിനെ പ്രൊവോക്ക് ചെയ്ത് അനീഷിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി അനീഷിനെ പുറത്താക്കണം. അനീഷിന് ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ട് പുറത്തുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു ഈ വൃത്തികേട് ചെയ്താലേ അയാളെ പുറത്താക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എച്ചിൽ പാത്രം ശരീരത്തിലേക്ക് ആക്കിയാലും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അല്ലെ. എച്ചിൽ പാത്രത്തിലെ വെള്ളം ശരീരത്തിലേക്ക് ആക്കുന്നുണ്ട്, അയാളുടെ വസ്ത്രങ്ങളും അയാളുടെ പുതപ്പും അയാളുടെ തലയിണയൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ഇതൊന്നും ചോദിക്കില്ല ബിഗ് ബോസ്. ഇത്ര നേരമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോഴും പ്രൊവോക്കേഷൻ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ എത്ര വലിയ ക്യാപ്റ്റൻ ആണെങ്കിലും നീ എന്ത് തേങ്ങയാണെങ്കിലും എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള അവളുടെ തിട്ടൂരം. കൊള്ളാം. ഇവള് പണ്ട് ആട്ടുകാട്ടം കഴിച്ചിട്ടുണ്ട്, കുഞ്ഞായിരുന്നപ്പ. എന്താ ചേട്ടൻ അപ്പിട്ടാ എന്നിട്ട് ചേട്ടാ അതൊക്കെ കുഴപ്പമില്ല. അപ്പിട്ട് നമ്മള് പിള്ളേരാവുമ്പോ ആവും അതിൽ ഫൈൻ. നല്ല വാക്കാണ്. ഈ നാക്കുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അനീഷിനെ കക്കൂസിൽ പോയിട്ടിരിക്കാന്. എന്ത് വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ചെറുപ്പത്തിൽ ആട്ടുകാട്ടം നിന്നെ പൂച്ചക്കാട്ടം നിന്നെ, അതൊന്നും അനീഷിനെ ബാധിക്കുന്ന വിഷയമല്ല. അനീഷ് ഒരു കാര്യം പറയാൻ വന്നു, ആ ഒരു കാര്യം നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ്. അനീഷേട്ടാ ഞാനിതാ ഒരു 5 മിനിറ്റുള്ളിൽ പോയി ചെയ്തു കൊള്ളാം എന്ന് പറയുന്നതിന് പകരം നീ ആരാണിതെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നത് ഈ ആദില തന്നെയാണ് എന്നുള്ളതാണ്. അനീഷേട്ടൻ ട്രൗസറിൽ അപ്പിയിട്ടില്ല എന്നത് നോക്കേണ്ട കാര്യം ആദിലക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കേണ്ട ഒരു ചുമതല നിനക്കില്ലേ? അത് ചെയ്യുന്നുമില്ല. കഴുകും നിങ്ങൾ പറയുമ്പോ അപ്പൊ തന്നെ കഴുകാൻ ഇവിടെ നിങ്ങൾ എന്റെ അച്ഛനോ എന്റെ മൂത്താപ്പയോ കൊച്ചാപ്പയോ വീട്ടിൽ ആരുമല്ല. പിന്നെ ഞാനിപ്പോ കുറച്ച് കൺസിഡർ എങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള കൺസിഡറേഷൻ എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോ പിന്നെ എന്നോട് വന്നിട്ട് അവിടെ പാത്രം ഉണ്ട് കഴുകണം, അതാണ് അപ്പൊ തന്നെ എണിച്ചു പോയി കഴുകും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചില ആൾക്കാരോട് തോന്നിയ സംഗതി നിങ്ങളോട് തോന്നിയിട്ടില്ല, നിങ്ങളുടെ സ്വഭാവം കാരണം. നിന്റെ അപ്പനായി കഴിഞ്ഞാൽ അനീഷിന്റെ അവസ്ഥ ആലോചിച്ചൊക്കെ അയാൾ നെഞ്ചത്ത് കൈയടിച്ച് കരയേണ്ടി വരും. കാരണം അത്രമാത്രം നല്ല പേര് നല്ല ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഉപ്പാക്കി. നീ ഡയലോഗ് അടിക്കല്ലേ. ബിന്നിയോ മറ്റുള്ള ആളുകൾ പറഞ്ഞാൽ ചെയ്യും, അനീഷ് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, അതിന് ഈ വൃത്തികെട്ട പൊറോട്ട നാടകം കളിക്കാൻ. കൊള്ളാം കൊള്ളാം. അധികം നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇയാള് വെയിറ്റ് ചെയ്യാനായിട്ട് ഇയാൾ എന്താ കെട്ടി ഇയാൾ ഇയാളുടെ തരത്തിൽ പോയി കളിക്കണോ? അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കേറി നിരങ്ങി എന്റെ വായന്താ മച്ചിന്റെ വെളി കയറിയിരിക്കോ? ഒരുമാതിരി വൃത്തിയുടെ പരിപാടി കാണിക്കല്ലേ. ഇയാള് പോവാൻ നോക്ക്. ദേഷ്യം വരുന്നത് ഇയാൾക്കറിയാം ഇയാൾ ഉണ്ടാക്കാൻ തന്നെയാണ്. നിലവാരം താഴ്ത്തല്ലേ, നിലവാരം ഇല്ല. ഇനി താഴ്ന്നു പാതാളത്തിലോട്ട് താഴ്ന്നു പോവല്ലേ. അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരെ മെക്കിട്ട് പോയി കയറി. ഇയാൾക്ക് ഇത്ര കൃമി അടിയാണെങ്കിൽ നീ അവിടെ പൗഡർ ഇരിക്കണ്ട് ചെല്ലേ. പാത്രം കഴുകി പോയിട്ട് പാത്രം കഴുകൂടോ കഴുകൂലെന്ന് ആരോ പറഞ്ഞത്. വൃത്തിയായിട്ട സ്വഭാവമായിട്ട് ഇറങ്ങിയേക്കണേണ്. മനുഷ്യന് വെറുപ്പ്, ഇത്ര വെറുപ്പ് സമ്പാദിച്ചിട്ട് ഇയാൾ എവിടെ പോകാൻ പോണേണ്? എനിക്ക് തന്നെ ചോദിക്കാളൂ, ഇത്ര വെറുപ്പ് സമ്പാദിച്ചു നീ എവിടെ പോകാൻ പോണേണ്? വെറുപ്പ് എന്ത് വൃത്തിയായിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് അനുമോള് സപ്പോർട്ട്. അനുമോള് മിക്കവാറും ഈ ഒരു കാരണം കൊണ്ട് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ബിന്നിയും കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ അവരൊരു ഗ്യാങ് ആയി നിന്നുകൊണ്ടാണ് ഈ വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ കോയിന് കട്ടെടുത്തിട്ട് ഇയാളുടെ അമേരിയും കഴിക്കുന്നത് തുല്യമാണ്, ഞാൻ കാര്യമായിട്ട് പറയാം. കാരണം അയാൾക്ക് കിട്ടിയ ആ ഒരു ചോക്ലേറ്റ് കക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ ഒരു കോയിൻ അടിച്ചു മാറ്റിയത്. ഇയാളെയാണ് ഇങ്ങനെ വൃത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ എന്ത് പറയാനാണ്. ഈ ഇവിക്ഷനിലെങ്കിലും നിങ്ങൾ എന്റെ പൊന്നു മക്കളെ ഈ നോമിനേഷനിൽ വന്ന് കിടക്കുന്ന എന്നെ ദൂരക്കള. എന്റെ പേരിടുന്നത് പറയാനില്ല. 2-4 ദിവസമായി പിടിക്കുന്ന രണ്ടുപേരും അല്ല ഞാനാണ് പിടിക്കണ മോളെ. അത് മാറ്റ്. ഞാനാണ് പിടിക്കണത്. നീ പറ ഞാനാണ് പിടിക്കുന്നത്. നീ തന്നെയാണ് പിടിക്കുന്നത്. കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ ഞങ്ങളത് കണ്ടത് നീ തന്നെയാണ് പിടിക്കുന്നത്. അനീഷ് ട്രാക്ക് വിട്ടിട്ട് ഏകദേശം 2 ആഴ്ചയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നീ തന്നെയാണ് ആ ട്രാക്കിലേക്ക് അയാളെ കൊണ്ടുവന്നിട്ടുള്ളത്. നീ തന്നെയാണ് മോളെ പിടിക്കുന്നത്, നീ തന്നെയാണ്. ഇയാളോട് ആരാ പറഞ്ഞത്? എത്ര സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്? ഇയാൾ എനിക്ക് ടൈമർ വെച്ചിട്ടുണ്ട്. എത്ര സമയത്തിലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം സമയം. എന്നിട്ട് എന്താ അതിൽ ചെയ്യാത്തത്? അതിലൊക്കെ സൗകര്യമില്ല. കേട്ടില്ലേ? അതിലേക്ക് സൗകര്യമില്ല, അതിൽ ചെയ്യില്ല എന്ന് 4 തവണയാണ് ഈ വീഡിയോന്റെ കോൺവെർസേഷന്റെ ഇടയിൽ പറഞ്ഞത്. ഏകദേശം 18 മിനിറ്റോളം നിൽക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ 8 മിനിറ്റിലേക്ക് ചുരുക്കിയതാ. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകൾ എനിക്ക് ചെയ്യാൻ ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം ഇത് പോകുന്ന വഴിയിൽ വീഡിയോന്റെ ഇടയിൽ നിങ്ങൾക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കേ. ആദിലയുടെ സൗകര്യത്തിനനുസരിച്ചല്ല മനസ്സിലായോ? ഇത്തിരി നിലപാട് വേണ്ട, നിലവാരത്തില് അതില്ല എനിക്ക്. നിനക്കും നിലപാടില്ല, നിലവാരമില്ല.
ഇയാൾ പറഞ്ഞത് കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു പറയുമ്പോൾ അയാൾ വെസൽ ക്യാപ്റ്റൻ ആണ്, ആ വെസൽ ടീമിൽ നീ ഉള്ളതാണ്, അവിടെ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ട് ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് കഴുകേണ്ടതും രാവിലത്തെ ഭക്ഷണം കഴിച്ച് കഴുകേണ്ടതും പറയുന്നുണ്ട്. ഇനി ഉച്ചഭക്ഷണം വെക്കണമെങ്കിൽ 12:30 നടക്കുന്ന കാര്യം കേട്ടത്, 12:30 അവിടെ ഭക്ഷണം വെക്കണമെങ്കിൽ ആ പാത്രങ്ങൾ കഴുകി കിട്ടണം. അനീഷ് പറയുന്ന കാര്യം ന്യായമാണ്. അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി കൊടുക്കാതെ അയാളെ നിലപാടില്ലാത്തവൻ, നിലവാരമില്ലാത്തവൻ എന്നും വൃത്തികെട്ട രീതിയിലുള്ള സമീപനം അല്ലല്ലോ പൊന്നു മോളെ അതിലെ ചെയ്യേണ്ടത്. നീ ഇങ്ങനെ തന്നെ തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും അറിയട്ടെ, ആ വിഷാംശം എത്രത്തോളം തുളുമ്പുണ്ടെന്ന് ജനങ്ങൾ കാണട്ടെ. ഈ ഒരു കാരണം കൊണ്ട് നിന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 100 അതിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ടാണ് കിച്ചൺ ടീമിന് ഇപ്പൊ തുടങ്ങേണ്ടി വരും ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ. ഞാൻ അവിടെ പോയി കഴുകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരും ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല. ഇയാള് മാത്രം ഇയാൾക്ക് വഹി കിട്ടിയോ? ഞങ്ങൾ കേട്ടല്ലോ പൊന്നുമോളെ, നീ 4-5 തവണ ഇതേ സാധനം തന്നെ പറയുന്നത്, കഴുകില്ല എന്നുള്ളത്. അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെയും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ജിഷിനൊക്കെ പുറോട്ട് നാടൻ കളിക്കുന്ന ഇരട്ടത്താപ്പിന്റെ ആളാണ്. അനുമോളാണെങ്കിൽ എല്ലാവരും കേട്ടതാണ് ഞാൻ ചെയ്യില്ല എന്നുള്ളത്. എന്നിട്ട് ഇപ്പൊ പറയാം ഇവരാരും കേട്ടില്ലല്ലോ എന്നുള്ളത്. ആടിനെ പൂച്ചയെ പട്ടിയുമാക്കുന്ന സ്വഭാവം അത് ആദിലൊക്കെയാണ് ഉള്ളത്. ബിഗ് ബോസ് ഒന്ന് ഇയാളെ മെഡിക്കൽ റൂമിൽ വിളിക്കണം. ഭയങ്കര എമർജൻസി ആണ്, അത്യാസന്ന നിലയിലാണ് നിലപാടുകളും വായിന്ന് വരുന്ന സാധനങ്ങളും വരുന്നത്. ഭയങ്കര ചൊറിച്ചിലാണ് ബിഗ് ബോസ്. തലങ്ങും വിലങ്ങും കറിഞ്ഞ് ചൊറിയാണ്, എന്നിട്ട് ഒരു കുറവുമില്ല. ഒന്ന് ഇയാളെ വിളിച്ച് ഒന്ന് ചൊറിച്ചിലൊന്ന് മാറ്റി കൊടുക്കണേ. ശരിക്കും ചൊറിച്ചിൽ മാറ്റി തരേണ്ടത് നിന്റെയാണ്. നീയാണ് കെടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേമ്പിലെ എങ്ങാനും വായിലിട്ടിട്ട് ഇബി അടക്കുക ചോദിക്കുകയാണ്. നീ തന്നെയാണ് ചൊറിച്ചിലുണ്ടാക്കുന്നത്. നീ എന്ത് അലമ്പാണ് കാണിക്കുന്നത് എന്നുള്ള ബോധം കുറച്ചെങ്കിലും വേണം കേട്ടോ. ഒരു തരത്തിലുള്ള അച്ചടക്കമോ ഒരു സംഭവം ഇല്ലാത്ത എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ തന്നെയാണ് ആദില. അതിലേക്ക് ഇപ്പൊ പാത്രം കഴുകാൻ പോവാൻ പറ്റുമോ ഇല്ലേ? ഞാൻ പാത്രം കഴുകും. ഇങ്ങനെ വെറുപ്പിച്ച ഇപ്പൊ പോവാൻ പറ്റുമോ ഇല്ലേ? ഞാൻ പാത്രം കഴുകും. ഇപ്പൊ പോവാൻ പറ്റുമോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഓൾറെഡി ഇത്ര അധികം സമയമായി അതില് ചെയ്യണ്ട, ഞാൻ ചെയ്തോണ്ട്. കാരണം എനിക്കാണ് കിച്ചൺ ടീമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത്. പറഞ്ഞ സമയത്ത് 28 മിനിറ്റാണ് അവിടെ പോയിട്ട് ആദിലയോട് ഈ കാര്യം പറയുന്നത്. അതിനിടയിൽ ഞാൻ മാറി നിൽക്കാം, നീ ചെയ്യോ എന്ന് ചോദിച്ച് മാറി സോഫയിൽ ഇരുന്നതും 2-3 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ചെയ്യാതെ മൂടി പൊതച്ച് കിടന്നുറങ്ങിയപ്പോ അയാൾ വന്ന് വീണ്ടും ചോദിച്ചു, അത് നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കഴുകിക്കോളാം എന്ന് പറയുമ്പോ അങ്ങനെ ചെയ്താൽ നിന്റെ ഡ്രസ്സൊക്കെ അവിടെ കിടക്കുന്ന പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ഇവള് കാണിച്ച ഒരു വൃത്തികേടുണ്ട്. അനീഷ് അത് കഴുകാൻ പോയ സമയത്ത് ഇവൾ ആ പുതപ്പും എല്ലാം വലിച്ചെറിഞ്ഞു. ഇയാളുടെ തലയിണ കൊണ്ടുപോയിട്ടത് ഹാൾ ഏരിയയിലേക്കാണെന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥ വിഷം. ഇവിടെ അനീഷാണ് വിഷം എന്ന് പറയുന്ന ആളുകൾ ഇത് കാണും. ഇതാണ് വിഷം. ഇങ്ങനെ തന്നെ പോട്ടെ മുന്നോട്ട്. ഞാനിപ്പോ കാണിച്ചുതരാം. കളിക്കല്ല അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനെങ്കിലും നൂറക്ക് തോന്നുന്ന വലിയ കാര്യം. പക്ഷെ നൂറയെ നിങ്ങൾ വിശ്വസിക്കണ്ട, ഇവളും അത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത്. പക്ഷെ ആദിലയാണ് ഒരു മെയിൽ ഡൊമൈനെ പോലെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒരു ആണത്തമുള്ള ഒരാളെ പോലെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. അത് ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആദിലയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തിട്ട് വെറുപ്പ് സമ്പാദിപ്പിക്കാൻ കൂടുതൽ പ്രചോദനമാവുന്നു എന്നുള്ളതാണ്. അയാളുടെ പുതപ്പ് വലിച്ചെറിഞ്ഞ് തലയിണ കൊണ്ടുപോയി നിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത ഷാനവാസ് കുറെ കേൾക്കുന്നുണ്ട്. ഷാനവാസ് പുറത്താണ്, അയാളെ ക്യാമറയിലൊന്നും കാണിക്കുന്നില്ല. കാരണം അതൊരു സിംഗിൾ ആംഗിളിലാണ് കാണിച്ചിട്ടുള്ളത്. എപ്പിസോഡിലായിരിക്കും 15 ക്യാമറയിലും കാണിക്കും. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആ പാത്രം വേണം അരിയിടാൻ. അത് ഉണ്ടെങ്കിൽ അരിയിടാൻ പറ്റത്തുള്ളൂ. വലിയ പാത്രം. പാത്രം കഴിയിട്ടില്ല. അനീഷ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അനീഷ് അവിടെ ചെയ്യാൻ പോയപ്പോ പിന്നെ അതിലേക്ക് ട്രിഗറായി. അയ്യോ എല്ലാരും വിചാരിക്കില്ല ഞാൻ ചെയ്തില്ല എന്നുള്ളത്. ആ ഒരു കാര്യം പറഞ്ഞ് സ്പൂണ് വലിച്ചെറിയുന്നു, പാത്രം ആകെ അലമ്പാക്കി കഴുകുന്നു. ആ വെള്ളമെല്ലാം ക്യാമറയിലേക്കും അനീഷിന്റെ മൈക്കിലേക്കും മുഖത്തേക്കൊക്കെ ആവുന്നുണ്ട്. എച്ചിൽ പാത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ചോദ്യം ചെയ്യാൻ വന്ന ഷാനവാസിനെ പോലും പുച്ഛമായിട്ടുള്ള ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് അവള് സമീപിക്കുന്നത്. ആരാണ് ബിഗ് ബോസിന്റെ? ഇവളാണ് ബിഗ് ബോസിന്റെ. ഞാൻ പറയുന്നില്ല, ബിഗ് ബോസ് വിളിച്ചു വരുത്തി പറഞ്ഞിട്ടുണ്ട് അനീഷിനെ തൂക്കാന്. അതിനുവേണ്ടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അവിടെ അതുവരെ മിണ്ടാത്ത ലക്ഷ്മി എന്ന് പറഞ്ഞു. ലക്ഷ്മി തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഈ വിഷയം നടക്കുന്ന സമയത്ത്. അതായത് ലഞ്ച് ഉണ്ടാക്കാനുള്ള സമയമായി പാത്രം കഴുകണം എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കഴുകാം, എന്റെ ഇഷ്ടത്തിന് കഴുകുള്ളൂ എന്ന് പറഞ്ഞപ്പോ അയാൾ കഴുകാൻ പോയപ്പോ ലക്ഷ്മി അതുവരെ അവിടെ കെടുത്തിട്ട് അനീഷിനെ ഉപദേശിക്കാൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾ മിണ്ടാതിരിക്കുക, അവള് ചെയ്തോളൂ എന്നുള്ളത്. അതേ ആള് തന്നെ പാത്രം കഴുകാൻ വന്ന സമയത്ത് അരി വേണം, അരി ഇടണം, പാത്രം ഇല്ല എന്ന് പറയാൻ വേണ്ടി വന്നതാണ് അവിടെ. പക്ഷെ ആ കളി നടന്നില്ല. തുടർന്ന് കാണാം. നീ ആളോട് ചോദിക്കേ
അനീഷിന് കടി വായന്ന് കൂടെ കേട്ടില്ല. അനീഷിന്റെ പ്രശ്നം വെച്ചാൽ അനീഷിന് കടിയെന്ന്. ആ കടിയൊന്നും എന്റെ പൊന്നു മോളെ നീ മാറ്റി കൊടുക്കണ്ട. നീ ഒന്ന് അവിടെ ഇറങ്ങിപ്പോയി തന്നത് തന്നെ ആ വീഡിയോ കാണാൻ ഒരു സമാധാനം ഉണ്ടാവുന്നുള്ളതാണ്. ഇപ്പൊ അവർ പ്രൊവോക്കേഷനും വൃത്തികേടും കാണിക്കുന്നത് ഈ ആദില തന്നെയാണ്. വെള്ളം തെറിപ്പിക്കല്ല. വെറുതെ ഇരുന്ന് വെറുപ്പിച്ച് ഞാന് നോക്കണ്ടത് എന്റെ അടുത്ത് നിൽക്കണതിന് ഇയാള്. തുടക്കത്തിൽ ഷാനവാസ് ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അനീഷിനെ ചീത്ത അറിയുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഇവളെയും ചീത്ത അറിയുന്നുണ്ട്. എന്നാൽ കൂടുതൽ വഴക്ക് പറയേണ്ട ആൾ ആരെയാണ്? ആദിലയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. അയാളുടെ സ്വഭാവം എന്താ വെച്ചാൽ അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു കാര്യം തന്നെ. അത് ചെയ്തു കൊടുക്കേണ്ടതും അവള് തന്നെയാണ്. കാരണം ക്യാപ്റ്റൻ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ക്യാപ്റ്റൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലല്ലോ നീ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് മറ്റുള്ള ആളുകളോട് പറയാറുണ്ടല്ലോ, നവീനോട് പറയാറുണ്ടല്ലോ. പക്ഷെ അതിലോട് പറയില്ല. കാരണം അവര് പൊന്നോമന പുത്രിയായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. പഞ്ചവർണ്ണ തത്താന്നൊക്കെ പറഞ്ഞിട്ട് പൂവും പാറ്റാന്നൊക്കെ പറഞ്ഞിട്ട്. ഷാനവാസിന്റെ ഇടപെടൽ എനിക്ക് ഈ വിഷയത്തിലെല്ലാം കൃത്യമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. രണ്ട് ഭാഗത്തും കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അയാൾ വന്ന നീ കഴിക്കാത്തോണ്ട് അയാൾ വന്നത് ആകെ 2 പാത്രമേ ഉള്ളൂ. ചെല്ലു. ആകെ 2 പാത്രമേ ഉള്ളൂ എന്ന് അറിയുന്ന എന്തുകൊണ്ട് നൂറ് അത് മുന്നേ പറഞ്ഞില്ല? അത് കഴിക്കുക 2 പാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലല്ലോ. പറയാൻ പറ്റില്ല. കാരണം ആദിലയുടെ മുഖത്ത് എന്തെങ്കിലും പറഞ്ഞ മുഖത്ത് കടി കിട്ടുന്നു പേടിച്ചിട്ടാണ് ആ നൂറ നിൽക്കുന്നത്. ഷാനവാസ് കറക്റ്റ് അല്ലേ പറഞ്ഞത്? നീയല്ല അങ്ങോട്ട് ചെന്നെന്നുള്ളത്. അയാൾക്ക് ഉച്ചക്ക് പാത്രം കഴുകാൻ മടി കാരണമാണ് ഇപ്പൊ കയറിയെന്നുള്ളത്. അല്ല, വെച്ചിട്ട് നീ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആള് പോയിട്ടുള്ളത്. ഇനി അവിടെ മുഴുവൻ പാത്രവും ഏത് സമയം കഴുകാനും ഇയാൾ സന്നദ്ധനാവും. കാരണം അയാൾക്ക് അറിയാം അവിടെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടത് എന്നുള്ളത്. നൂറ വന്ന് ഇപ്പൊ ഡയലോഗ് ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ? ഒന്ന് കേൾക്കാം. വേഗം വന്ന് പാത്രം കഴുകുക. കേട്ടില്ലേ? ഞാനിന്ന് കഴുകൂല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പൊട്ടന്മാരല്ല. നീ അവിടെ ഉള്ള ആൾക്കാരെ പൊട്ടന്മാരാക്കിക്കോ. ഇത് സേവ്ഡാ. ഈ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചങ്കുപൊട്ടി ആളോട് വിളിക്കണം ഞാൻ പറഞ്ഞോ? ചങ്കുപൊട്ടി ആളോട് വിളിക്കണം ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ ഇല്ലോ എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പാത്രം കഴുകുന്ന മനുഷ്യനോട് പറഞ്ഞതാണ്. പിന്നെ നീ ആൾ വന്ന് കാണിക്കുന്നത് ചേട്ടൻ വിളിച്ചതല്ല. ചേട്ടൻ ഹാഫ് കഴുകി ഞാൻ കഴുകാന്ന് പറഞ്ഞു. അത്ര അവിടെ ഇരിക്കണ എല്ലാരും കേട്ടല്ലോ. അവിടെ ഇരിക്കണ എല്ലാരും കേട്ടല്ലോ. പിന്നെ കേട്ടില്ലേ? ഷാനവാസ് പറയുന്നുണ്ട് നീ എന്തുകൊണ്ടപ്പോ വിളിച്ചപ്പോ വന്ന് കഴുകിയില്ല എന്നുള്ളത്. ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ജിഷിന് പകുതി കഴുകി പകുതി ഞാൻ കഴുകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷിൻ കഴുകിയിട്ട് ഏകദേശം 1.25 മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം ഇവിടെ ചെന്നില്ല. ആ പാത്രത്തിലൊക്കെ അത് ഒട്ടിപ്പിടിക്കും. അവർക്ക് അരി ഇടാനുള്ള പാത്രമാണെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഷാനവാസ് ചോദിച്ച കറക്റ്റ് അല്ലേ? അയാൾ വിളിച്ച സമയത്ത് വന്ന് ചെയ്തുകൂടെ? അയാൾ വെസൽ ക്യാപ്റ്റൻ അല്ലേ? ഷെന്ത് ഇയാളെന്നോട് പറഞ്ഞത് ഇയാള് ഇപ്പൊ വന്ന് കഴിയിപ്പോ ഞാൻ ചേട്ടാ ഞാൻ കഴിക്കും. ഈ പുള്ളി എന്നോട് പറഞ്ഞപ്പോ ആ ഗ്ലാസ് ഞാൻ എടുത്തോളാം, ഞാൻ പോണേ, ഞാൻ കഴിക്കോളാം. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ഞാൻ മാറി നിൽക്കാം. ഇപ്പൊ എന്ന് പറയാം. ഇയാൾ ആരാന്ന് വെച്ചാൽ അയാൾ വെസൽ ടീമിന്റെ ക്യാപ്റ്റനാണ്. നീ അയാളുടെ താഴെയാണ് നിൽക്കുന്നത്. നീ അത് പറഞ്ഞ കേക്ക് തന്നെ വേണം. കേൾക്കാൻ പറ്റില്ല എന്നാണ് നീ പറഞ്ഞിട്ടുള്ളത്. ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനിടയിൽ ലാസ്റ്റ് ആണ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അത് വരെ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ജിഷിന് ഒരു ചായക്കപ്പ് ഉണ്ടായിരുന്നു. ആ ചായക്കപ്പ് വെള്ളം കുടിച്ചതിന് ശേഷം ചായ കുടിച്ചതിന് ശേഷം അത് അവിടെ വെച്ചു. ഇത് കൊണ്ടുപോകട്ടോ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഓള് മൂടിപ്പോച്ച് കിടക്കുകയോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് അനീഷ് വീണ്ടും പോയി ചെന്നിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പൊട്ടന്മാരല്ല. ഞങ്ങൾ 24/7 പൈസ കൊടുത്ത് കാണുന്ന ആളുകളാ. അത് ശരി, അതൊക്കെ വലിച്ചിട്ടത് പാരായി അനീഷോ? അയാളുടെ പുറപ്പും കാര്യങ്ങൾ വലിച്ചു തരേണ്ട കാര്യം എന്നുള്ളത് അത് ചെയ്തു. അത് കൊടുത്ത തലയാണ് വലിച്ചെറിഞ്ഞു. ആ ഡ്രസ്സിലേക്ക് വെള്ളമാക്കി, സ്പൂണ് വലിച്ചെറിഞ്ഞു. അവിടെയുള്ള സാധനങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഉത്തരവാദിത്തം പറയുന്ന വെച്ചാൽ ഞാൻ കൊടുത്തോളാം പൈസ എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. ഈ അഹങ്കാരത്തിന് ബിഗ് ബോസ് എന്താ പറയാന്നറിയോ? പൊന്നുമോളെ നീ ഇത് തന്നെ തുടരണട്ടോ എന്നുള്ളത്. അത്രേ പറയുള്ളൂ. എന്തായാലും ഇവിടെ വന്നാണ് ഈ കാട്ടിക്കൂട്ടിയതൊന്നും വലിയ നല്ലതല്ല. അല്ല കൊടുത്ത കൊല്ലത്തും കിട്ടും. അല്ലാതെ എല്ലാം സഹിച്ചിട്ടാനല്ല ഞാൻ വന്നേക്കണം. അതിപ്പോ ആരാണെങ്കിലും ഇയാൾ വന്നിട്ട് കഴുകേണ്ട പോലെ കഴുകാതിരിക്കാൻ
അയാൾ ഇപ്പൊ കഴുകുന്നത് ഉച്ചക്ക് കഴുകാതിരിക്കാനാന്നുള്ളത്. അതിന് നിന്റെ അതല്ല അയാളുടെ അതെനിക്ക് പറയാനുള്ളത്. അയാൾ ചിലപ്പോ വെസൽ ടീമിൽ നീ ഇല്ലെങ്കിലും മുഴുവൻ എടുത്ത് കഴുകും. കാരണം അയാൾ ജെനുവിൻ ആണ് എന്ന് ഞങ്ങൾക്കറിയാം. നീ ജെനുവിൻ അല്ല, നീ കൂതറയാണ്, വിഷാംശം തുപ്പുന്ന തനി കൂതറ. കുറെ കമന്റ് കിടക്കുന്നുണ്ട് ആദില നൂറെ ബന്ധപ്പെട്ടുകൊണ്ട്. അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആദില എന്ന് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. നൂറ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നേരത്ത് നൂറ ഒരൊറ്റ തട്ട് കെട്ടുന്നുണ്ട്, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അനുമോളുടെ മുഖത്ത് നോക്കിയിട്ട് അത് പറയുന്നുണ്ട്, നീ ചിലക്കാൻ നിൽക്കല്ലേ എന്നുള്ളത്. അനീഷിനോടാണ് ചിലക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനീഷിനെ കക്കൂസാക്കുന്നു, ക്ലോസറ്റ് ആക്കുന്നു. എന്ത് വൃത്തികെട്ട പ്രവണതയാണോ ഇത്? ശേ, ഞാനല്ല അങ്ങോട്ട് പോയി കാട്ടിക്കൂട്ടുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിടൂല, ആരാണെങ്കിലും. അതാരായാലും നിങ്ങൾ രണ്ടാളായാലും രണ്ടാൾ ചെയ്യുന്നത് ശരിയല്ല. ഇവൻ ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ചെയ്താൽ പണ്ടേ ശരിയല്ല. കൂട്ടിട്ട് പോ. രണ്ടാളും വെറുപ്പിക്കല പറഞ്ഞേക്കാം. നൂറ എപ്പോഴെങ്കിലും പറഞ്ഞല്ലോ രണ്ടാളും വെറുപ്പിക്കലാണ്. ആ രണ്ടാമത്തെ ആള് ആദിലയാണെന്ന് മനസ്സിലാക്കണം. ആദിലയാണ് വെറുപ്പിച്ച് അങ്ങേറ്റാക്കിയിട്ടുള്ളത്. എന്തിന് തെറി പറയണം, എന്തിന് വൃത്തികേട് പറയണം, എന്തിന് തന്തക്ക് വിളിക്കണം, എന്തിന് എച്ചിൽ വെള്ളം ശരീരത്തിലേക്ക് ആക്കണം, എന്തിനത് വലിച്ചെറിയണം? അവിടെ എല്ലാ പോയിന്റും നോക്കുമ്പോൾ ആദിലക്ക് നേരെയാണ് എല്ലാവരും തിരിയുക അല്ലേ? ഇങ്ങോട്ട് വന്ന ആരാണെങ്കിലും തിരിച്ചു കൊടുക്കുന്ന പറയുന്നുള്ളത്. ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് നീ പറയണമെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. ഞാൻ പോയിട്ട് പറഞ്ഞപ്പോ അവള് ആ ചേട്ടാന്ന് പറഞ്ഞ ഇവിടെ എഴുന്നേക്കാൻ പോകുമ്പോ അവൻ വന്ന് പറഞ്ഞത് അത് കരുതിക്കൂട്ടി വെക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് മാറിയേക്ക്, ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയേക്കാം, ഞാൻ ഈ കട്ടിലിരിക്കാം, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇത് തന്നെ ഇയാള് വന്നിട്ട് ചെയ്യണ്ടെന്നേ നമുക്ക്. ഇയാൾ പറഞ്ഞിട്ട് ചെയ്യണ്ട ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അയാൾ ക്യാപ്റ്റനാണ്. നീ നിന്റെ വീട്ടിലല്ലല്ലോ എന്റെ പൊന്നെ ജിഷ നിൽക്കുന്നത്. ഈ ജിഷിന്റെ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണേ. ഈ ജിഷിൻ എന്ന് പറയുന്ന വ്യക്തിയും ഇവിടെ ആദിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അയാളോട് ഇരുന്നിട്ട് ഒരു പരിപാടി ഉണ്ട്, ഇങ്ങനെ ഇരുന്നുറങ്ങുന്ന ഒരു പുതിയ പരിപാടി ഉണ്ട്. അയാൾ തുടങ്ങി വെച്ച പരിപാടിയാണ്. അപ്പൊ നായ കുറയ്ക്കില്ല, ഇരുന്നുറങ്ങുകയാണല്ലോ. ഇയാളെ കപ്പ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ കൊണ്ടുപോയി കഴുകുമ്പോൾ കൊണ്ടുപോയിക്കാളാന്ന് ആദിലെ പറഞ്ഞു, ഇല്ലാതെ പറയുന്നില്ല. ഏകദേശം ഒരു 10-20 മിനിറ്റ് ആൾ അവിടെ പോയിട്ട് മാറിയിരിക്കുന്നുണ്ട്. പിന്നീട് ആര്, ഈ അനീഷ്. അപ്പൊ ഇവള് മൂടിപ്പൊച്ച് കിടന്നുറങ്ങി. ഉറങ്ങിയ സമയത്താണ് ആള് പോയിട്ട് പറയുന്നത് ഇത് കഴുകണം എന്നുള്ളത്. ജിഷിനൊക്കെ എന്ത് ഇരട്ടത്തപ്പാന്നൊക്കെ. അത് കൂടാതെ തീട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളെ നെവിൻ മോന്. ഫുൾ ടൈം തീറ്റ, എല്ലാവരും കട്ട് തിന്നുക. കഴിഞ്ഞ ദിവസം രാത്രി വന്ന ആ ഒരു ചിക്കൻ പീസൊക്കെ പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചോക്ലേറ്റ് വാരി തിന്നുക, ഫുള്ള് തീറ്റ. തീട്ടം ഉണ്ടാക്കുന്ന ചലിക്കുന്ന കമ്പനിയായിട്ടാണ് നെവിനോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ അതിൽ എരുതിയിൽ എണ്ണയിക്കാൻ വേണ്ടി അതിനുള്ളിൽ കൂടെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയോ? വളരെ മോശപ്പെട്ട 2 കണ്ടസ്റ്റന്റ് ഇതിനിടയിൽ ഞാൻ കണ്ടെത്തി എന്നുള്ളത്. ഒന്ന് ജിഷിനും ഒന്ന് നെവിനും. ഈ വിഷയത്തിൽ അവർ ഇടപെടേണ്ട കാര്യം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടാം. പക്ഷെ അതൊരിക്കലും ഒരാളെ കുറ്റം ചാർത്തിക്കൊണ്ടാവരുന്നുള്ളതാണ്. 2 പേരിലും കുറ്റം ഉണ്ട്. പക്ഷെ ആദിലയുടെ ഭാഗത്ത് 10-12 പോയിന്റുകൾ നിരത്തി ഞാൻ ഇപ്പൊ തന്നെ അവൾ ചെയ്യില്ല എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇതിനെ ഇനിയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമിച്ചു മക്കളെ, നമിച്ചു. 24/7 നിങ്ങൾ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുപോയെന്ന് വരും. 24/7 കണ്ടൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്. അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ അതിന്റെ 10 മടങ്ങ് ഇരട്ടിയോളം തെറ്റ് ചെയ്തിട്ടുള്ളത് അത് ആദിലയാണ്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി എതിർക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.